ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു അടിച്ചു പൊളിച്ച് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മളെ നല്ലൊരു ടീപ്പോയി ഉണ്ടാക്കുന്ന രീതിയാണ്. ടീപ്പോയി പറഞ്ഞാൽ ടീപ്പോയി മാത്രമല്ല, നമ്മളിപ്പം സെൻട്രലിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചെറിയ മേശ എന്ന് പറയാം. ചെറിയ ടീപ്പോയും മേശയും എല്ലാം കൂടിയിട്ട് ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ടൈൽസ് കൊണ്ട് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ വർക്ക് ടൈലിൻ്റെ വർക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് തന്നെ ഈ ഒരു മേശ പുറത്ത് പോയി വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു 5000 6000 റേറ്റ് വരും. നമ്മളിതിപ്പം നമ്മൾക്കിപ്പോൾ ഒരു 3 ടൈൽസിനെ കൊണ്ട് നമ്മളിപ്പോൾ വർക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ ചെയ്തെടുത്തതാണ് ഇത്. നമ്മളിപ്പോൾ പുറത്ത് ഞാൻ പോയിട്ട് വേറെ ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു ടൈൽസിൻ്റെ ഒരു ടീപ്പോയി ചോദിച്ചു തരാം 5000 റേറ്റ്. നമ്മൾ 5000 6500 റേറ്റെല്ലാം പറഞ്ഞതാണ്. അന്നേരം എൻ്റെ മനസ്സിൽ എനിക്കന്നേരം എൻ്റെ മോളൊരു ഇരുന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഇതാക്കി തരണം എന്നുള്ളതാണ്. ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മളൊരു വർക്ക് എന്തൊക്കെ നമ്മൾ ഇത് ചെയ്തെടുക്കാനുള്ള ഒരു ഐഡിയ പൂർവ്വമാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. ഏകദേശം പണിയിൽ ഇങ്ങനെയാണ്. ഇത് എങ്ങനെ ആക്കിയെടുക്കുന്നതെന്ന് നിങ്ങളുടെ വീഡിയോയിലൊന്ന് ഞാൻ ഷെയർ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാനുള്ളൊരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളിത് ഓരോ കഷ്ടപ്പാടിന് നിങ്ങളൊക്കെ കണ്ടാലേ നമ്മളൊരു വീഡിയോ ഒക്കെ നമുക്കൊരു പിന്നെയും ഇതാക്കിയെടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള നല്ല വീഡിയോകൾ ഇടാനും നമുക്ക് ഒരു ഇത് കിട്ടണം. നിങ്ങളെ നല്ലൊരു ലൈക്കും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾക്കിത് ഇടാൻ പറ്റുള്ളൂ. കേസ് നമ്മളിത് നല്ല ഒട്ടിച്ചിട്ട് ഇപ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഫ്ലെക്സിക്ക് വശം ഇട്ടിട്ട് ആദ്യം നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമ്മളിത് മൊത്തം അറാളുടെ ഇട്ടിട്ട് നമ്മളിത് ഒട്ടിച്ച് സെറ്റാക്കി വെക്കും. ഒട്ടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഇത് മൊത്തം 45 അടിച്ചിട്ട് വേണം ഇത് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. 45 അടിക്കുന്ന രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മളിപ്പം എല്ലാം ഏകദേശം 45 അടിച്ച് വെച്ചത് ഇത് നമ്മൾ ആദ്യം ഓരോന്ന് ഘട്ടമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 45 അടിക്കുന്ന ഓരോന്ന് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളിത് പശയിട്ട് ഒട്ടിച്ച് സെറ്റാക്കി കൊണ്ടുവയ്ക്കുകയാണ്. നമ്മളത് ഡിസൈനിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് നമ്മൾ ഡിസൈനും കറക്റ്റായിട്ട് ഡിജിറ്റൽ ടൈൽസ് ആയതുകൊണ്ട് ആ ഡിസൈനും കൂടി ഒന്ന് കറക്റ്റ് ലെവലിൽ വന്നാലേ നമ്മളിത് ചെയ്തതിൻ്റെ ഒരു വൃത്തി ആ മേശയ്ക്ക് കിട്ടുള്ളൂ. നമ്മൾക്ക് ഇതിനെ കൊണ്ട് ടൈൽസ് കൊണ്ട് നമുക്ക് പലതരം മേശകളും ഇതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ട്. നമ്മളിത് ഏകദേശം മേശ, തട്ട് ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതെല്ലാം നമ്മളിത് ആരും ഇത് മെനക്കിടില്ല. കുറച്ച് റിസ്ക് ഉണ്ട്. 45 അടിക്കണം, പിന്നെ അങ്ങനത്തെ പശയിട്ട് ഒട്ടിച്ചിട്ട് ഘട്ടമായിട്ട് ഓരോ വർക്കും ഇത് ഒറ്റയടിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ഘട്ടമായിട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇതാവില്ല. ഞാൻ തന്നെ ഇത് ചെയ്തത് 2-3 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ആ ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. പക്ഷേ ഇത് ഒന്നിച്ചെടുത്തിട്ട് ചെയ്യാൻ ആവില്ല. ഇത് കുറച്ചായിട്ട് നമ്മൾക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു ദിവസം ഏകദേശം നമ്മളെ സമയം കിട്ടുന്ന പോലെ നമ്മളൊരു 2 മണിക്കൂർ ആ പശയിട്ട് ഒട്ടിച്ച് സെറ്റാക്കി പിന്നെ ശേഷം പിറ്റേ ദിവസം അത് പശ സെറ്റായതിന് ശേഷം വേണം നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാനും അത് വെക്കാനും എല്ലാം. അങ്ങനെ പെട്ടെന്ന് ഓരോന്ന് ഒട്ടി സെറ്റായതിന് ശേഷം മാത്രമേ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയൂ. ഒറ്റയടിക്ക് ഇത് ചെയ്തെടുക്കാനുള്ള
അതാവില്ല. ഇത് ടൈം എടുത്ത് ചെയ്താലേ ഇത് ചെയ്യുന്ന വർക്കിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇത് നമ്മളിപ്പം പുറത്ത് പോയി മണിക്കിന് ഇതിനൊരു കുറഞ്ഞ ഒരു 6,500 നമ്മൾക്ക് റേറ്റ് വരും. നമ്മളന്നെ ഇപ്പം ചെയ്തതുകൊണ്ട് ആകെ 3 ടൈൽസിൻ്റെ ചിലവേ നമ്മൾക്ക് വന്നിട്ട്. ഇതിപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കൂലിയും കൂടി ഏകദേശം ഒരു 4 റുപ്യ 3 റുപ്യ 4 റുപ്യേൻ്റെ ഉള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു മേശ ഞാൻ പുറത്ത് മേടിക്കണമെങ്കിൽ ഒരു 6 റുപ്യ 6,500 കൊടുത്താലേ നമുക്ക് ഇതുപോലത്തെ ഒരു മേശ നമുക്ക് പുറത്തുനിന്ന് കിട്ടുള്ളൂ.